ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ന്യൂസിലൻഡിൽ ഞങ്ങൾക്ക് കരിമീൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് കറി വെക്കുമ്പോൾ കാണാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ കരിമീൻ വൃത്തിയായി കഴുകിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി, അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവയുടെ മിശ്രിതം, അത് നമ്മൾക്കിപ്പോൾ ഞങ്ങൾ ആകെ 4 മീൻ എടുത്തിട്ടുള്ളൂ. ഇപ്പം ഒരു ഇടത്തരം വലിപ്പമുള്ള 4 മീനാണ്. അപ്പം അതിലേക്ക് വേണ്ട ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം അതനുസരിച്ച് അവരവര് ആവശ്യത്തിന് എടുക്കുക, അത് ഇടുകയാണ്. ഇനി ഇതൊന്ന് വഴറ്റി വരാൻ വേണ്ടി നമുക്കൊന്ന് 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇന്ന് കരിമീൻ വറുത്തരച്ചാണ് വെക്കുന്നത്. അപ്പം അതിനുള്ള കുടംപുളി നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം കണക്കനുസരിച്ച് 4-5 പീസ് ഇട്ടാൽ മതി. നമ്മളപ്പോൾ ഇതിലേക്ക് വേപ്പിലയും കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്. വേപ്പില കുറച്ച് അധികം ഇടുന്നത് നല്ലതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ തേങ്ങ വറുത്തരച്ച് വെച്ചത്. നമ്മുടെ അരപ്പ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ഗൈസ് നമ്മുടെ തേങ്ങ അരപ്പ് ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. അപ്പം ഇതിന് അരപ്പിന് വേണ്ടത് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തേങ്ങ വറുത്തത്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ഉള്ളി മൂത്തതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ മീൻ ഇട്ടിരിക്കുകയാണ്. നല്ലപോലെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. നമുക്കിനി വെയിറ്റ് ചെയ്യാം. നല്ലപോലെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഗൈസ്, നമ്മുടെ കരിമീൻ കറി ആയിട്ടുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാം.